തിരുവനന്തപുരം നഗരം ആകാംക്ഷയോടെ കാത്തിരുന്ന വിധി. അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ ഏകപ്രതി രാജേന്ദ്രൻ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. തമിഴ്നാട് കാവൽക്കിണർ സ്വദേശി രാജേന്ദ്രനാണ് കേസിലെ പ്രതി. തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി പ്രസൂൺ മോഹനാണ് വിധി പറഞ്ഞത്. പ്രതിയുമായി ബന്ധപ്പെട്ട 7 റിപ്പോർട്ടുകൾ കോടതി ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം ജില്ലാ കളക്ടർ, മനോരോഗ വിദഗ്ധൻ, മനഃശാസ്ത്രജ്ഞൻ, കന്യാകുമാരി ജില്ലാ പ്രൊബേഷണറി ഓഫീസർ, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ, തിരുവനന്തപുരം കന്യാകുമാരി ജയിലുകളിലെ സൂപ്രണ്ടുമാർ, സ്വത്തുവകകൾ സംബന്ധിച്ച് റവന്യൂ വകുപ്പ് എന്നിവരുടെ റിപ്പോർട്ടുകളാണ് ആവശ്യപ്പെട്ടത്. 7 ദിവസത്തിനകം റിപ്പോർട്ട് കോടതിയിൽ നൽകണം. സാധാരണ പരമാവധി ശിക്ഷ നൽകുന്ന കേസുകളിലാണ് ഇത്തരം റിപ്പോർട്ടുകൾ കോടതി ആവശ്യപ്പെടുക. ഈ മാസം 21-ന് കേസ് വീണ്ടും പരിഗണിക്കും. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകൾ നിരത്തിയാണ് പ്രതിക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും പ്രോസിക്യൂഷൻ തെളിയിച്ചത്. കൃത്യസ്ഥലത്ത് ബ്ലഡ് സ്റ്റെയിൻസ് അതൊന്ന് പ്രതിയുടേതായിരുന്നു, പ്രതി രാജേന്ദ്രൻ്റെതായിരുന്നു. കാരണം ഇതിനകത്ത് വിനിത ഒരു പ്രതിരോധം നടത്തിയപ്പോൾ കത്തിയിൽ പ്രതിരോധം നടത്തിയ സമയത്ത് അതിലെ മുറിവ് പ്രതി രാജേന്ദ്രൻ്റെ വലത് കയ്യിലും സംഭവിച്ചിരുന്നു. അത് രാജേന്ദ്രൻ ഇറങ്ങി പോകുന്ന സമയത്ത് ഇതിൻ്റെ ബ്ലഡ് ആ ചുവരിൽ പതിഞ്ഞിരുന്നു. അതാണ് ഈ കേസിലൊരു ടേണിംഗ് പോയിന്റ്, ഒരു വഴിത്തിരിവായി മാറിയത്. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. പ്രതി രാജേന്ദ്രന് തൂക്കുകയർ വേണമെന്ന് വിനീതയുടെ മാതാപിതാക്കൾ. ജീവപര്യന്തം കൊടുത്തു കഴിഞ്ഞാൽ അവന് എന്തെങ്കിലും കാരണം പറഞ്ഞ് പരോളിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ വീണ്ടും ഇതേപോലെ ഓരോ പെൺകുട്ടികളുടെ കഴുത്തറക്കാനും എല്ലാം വളരെ സാധ്യതയുണ്ട്. ഓരോ കുഞ്ഞുങ്ങളും ഇതേപോലെ അനാഥരാകും. നല്ലൊരു വിശ്വാസത്തിൽ അവന് തൂക്കുകയർ തന്നെ കിട്ടുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ. സ്വർണം കണ്ടു കഴിയുമ്പോൾ അവന് ഭ്രാന്താണ്. അവൻ്റെ കയ്യിൽ കത്തിയുണ്ട്. ആ കത്തി വെച്ച് കണ്ടിച്ച് ഇനി അവൻ പറക്കൊണ്ട് പോവുകയുള്ളൂ. വെല്ലുവിളികളെ അതിജീവിച്ചാണ് പോലീസ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. ഇത് 3 സ്റ്റേറ്റിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു അന്വേഷണമായിരുന്നു. കേരളം, തമിഴ്നാട്, ഇവന് ഡിമാറ്റ് അക്കൗണ്ടുകളൊക്കെ ഉണ്ട്. അത് മധ്യപ്രദേശിലുമായിരുന്നു. അങ്ങനെയുള്ള എവിഡൻസുകൾ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് പോലീസ് ആരംഭഘട്ടത്തിൽ ഒരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. 2022 ഫെബ്രുവരി 6-നാണ് അമ്പലമുക്ക് ചെടിക്കടയിലെ ജീവനക്കാരിയായിരുന്ന വിനീതയെ രാജേന്ദ്രൻ സ്വർണ്ണമാല കവരാൻ വേണ്ടി കൊലപ്പെടുത്തിയത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. തമിഴ്നാട് കാവൽക്കിണറിലെ ലോഡ്ജിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നേരത്തെ തമിഴ്നാട്ടിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെയും ഭാര്യയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് രാജേന്ദ്രൻ. രാജേന്ദ്രൻ നടത്തുന്ന 4ാമത്തെ കൊലപാതകമാണ് തിരുവനന്തപുരത്തേത്. നിഷ്ഠൂരനായ കൊലയാളിയെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിച്ചു. 21-ന് ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ പ്രതി രാജേന്ദ്രന്റെ ശിക്ഷയിലുള്ള വാദമാണ് കോടതി കേൾക്കുക. വധശിക്ഷയിൽ കുറഞ്ഞൊരു ശിക്ഷ പ്രോസിക്യൂഷനും കുടുംബാംഗങ്ങളും പ്രതീക്ഷിക്കുന്നില്ല. രതീഷിനൊപ്പം R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.